ഹായ് സുന്ദരീസ്. അപ്പോൾ നമ്മളിപ്പോൾ ഫൂക്കറ്റിലാണ് നമ്മൾ പോണത്. ഫീഫി ഐലൻഡിലേക്കാണ് കേട്ടോ. അധികം ദൂരം ഇല്ല, ബോട്ടിലൊക്കെയാണ് പോണത്. എനിക്ക് അത്രേ ധാരണയുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ വഴിയെ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഒട്ടും മിക്കതും ഉണ്ണിയുടെയാണ്. നമുക്കിങ്ങനെ വേറെ പ്രോഡക്റ്റ്സ് ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ കൈതരിക്കില്ലേ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ ഉണ്ണിയുടെ ഓൾമോസ്റ്റ് സിമിലർ ഷെയ്ഡ് ആയതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അപ്പോൾ ഞാനിതെല്ലാത്തിൻ്റെയും ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ചിലത് നൈക്കയിലും ആമസോണിലും ഒന്നും ഉള്ളതല്ല. നാർസിൻ്റെ പ്രൊഡക്റ്റ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ പേര് മെൻഷൻ ചെയ്യാം കേട്ടോ. സിമ്പിളായിട്ടുള്ള ലുക്കാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഇത് നല്ല രസമുള്ള ഐലൻഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ കുറച്ച് കാര്യമായിട്ട് ഒരുങ്ങാം, എന്നിട്ട് അവിടെ പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് അതിന് ശേഷം എല്ലാം മാച്ച് കളഞ്ഞാലും കുഴപ്പമില്ലല്ലോ. ഈ ലിപ്സ്റ്റിക്ക് നാർസിൻ്റെ ആണ് കേട്ടോ. അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല, പക്ഷെ നല്ല ഷെയ്ഡാണ്. ഡസ്കി ഡീപ്പ് സ്കിൻ ടോണിന് നന്നായിട്ട് ചേരും. ഇത് ഞാൻ ന്യൂമിന്ന് മേടിച്ചിട്ടുള്ളതാണ്. രണ്ട് പ്രാവശ്യമായിട്ട് മേടിച്ചിട്ടുള്ളതാണ്. ഒരു യെല്ലോ സ്കേർട്ടും അതേപോലെ തന്നെ പിങ്ക് ടോപ്പ്. യെല്ലോവും പിങ്കും നല്ലൊരു കോമ്പിനേഷനായിട്ട് തോന്നിയിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. നമ്മൾ ബീച്ചിൽ പോയിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ നല്ലതായിരിക്കും തോന്നി. സ്കേർട്ടാണെങ്കിലും അത് ഒരു ഇങ്ങനെ റാപ്പ് റൗണ്ട് സ്കേർട്ട് പോലെയാണ് ഉള്ളത്. ഒരു നോട്ടൊക്കെ വന്നിട്ട് അത് രസമായിട്ട് തോന്നിയിട്ടോ. കമ്മല് ഇത് ഞാൻ എവിടെ നിന്ന് മേടിച്ചത്? സുഡിയോന്നോ അതോ ഫാസിയോന്നോ ആണ്. ഇത്തിരി ഓവറാണ്, പക്ഷെ കുഴപ്പമില്ല. നമുക്ക് ഫോട്ടോയ്ക്ക് ഇത് അടിപൊളിയായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. ആദ്യം ഇവിടെ ഉണ്ടല്ലോ കുറേ ഫ്രൂട്ട്സ് സെർവ് ചെയ്യും. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി നമ്മുടെ തണ്ണീർമത്തനും അതുപോലെ തന്നെ എനിക്ക് പേരറിയാത്തൊരു ഫ്രൂട്ട് ഉണ്ട്. കാണുമ്പോൾ ഉരുളക്കിഴങ്ങ് പോലെ തോന്നും, പക്ഷെ അത് തൊലി പൊളിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ എടുത്ത് കഴിക്കുക. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചു. ഇനി നമ്മളെല്ലാവരും കൂടി അങ്ങനെ സ്ഥലത്തെത്തി ബോട്ടിൽ ഇതാ പോവാണ്. ഇത് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. കണ്ടോ ഡ്രസ്സ് നല്ല രസമുണ്ടല്ലോ. ഇതിൽ കാണുമ്പോൾ രസമുണ്ട് കേട്ടോ. നേരിട്ട് അത്ര ഭംഗി എനിക്ക് തോന്നിയില്ല, പക്ഷെ വീഡിയോയിലേക്ക് നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല ഭംഗിയായി വന്നിട്ട് നല്ല ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എടുക്കാം. ഞാൻ ഷർണിക്ക് എടുത്തു കൊടുക്കും, ഗംഗയ്ക്ക് എടുത്തു കൊടുക്കും, ഉണ്ണിക്ക് എടുത്തു കൊടുക്കും, അവരെനിക്ക് എടുത്തരും, അങ്ങനെ മാറി മാറി എടുക്കും. പക്ഷെ ഇത് ഞാൻ നേരത്തെ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എക്സ്പെക്ടേഷൻസ് വേഴ്സസ് റിയാലിറ്റി പോലെ ആയിരുന്നു. കാരണം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇടയിൽ വാഷ്റൂമിൽ പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്തു കേട്ടോ. ഇവിടെ നിന്ന് ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ 4 പേരും ഒരേപോലെ ഇവിടെ നിന്ന് പോകുമ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്തതായിരുന്നു ഡ്രസ്സ് ഒരേപോലെ എടുക്കണം എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ പോയി വാക്കിംഗ് സ്ട്രീറ്റിൽ പോയപ്പോൾ ഒരേപോലത്തെ പക്ഷെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ളത് എടുത്തു. എന്നിട്ട് അവിടെ റീലൊക്കെ എടുത്ത് ഒരുവിധം റെഡിയാക്കി. സമയം തീരെ ഉണ്ടായിരുന്നില്ല. എന്ത് രസമല്ലേ വെള്ളം കാണാനായിട്ട്. എന്നിട്ട് ഞാൻ ഇവിടുന്ന് സ്നോർക്കലിംഗ് ചെയ്തു കേട്ടോ. ഞാൻ ഉണ്ണിയുടെ ഒപ്പമാണ് നീന്തിയത്. നീന്തച്ചാൽ ചെറുതായിട്ട്, അവൾക്ക് നന്നായിട്ട് നീന്തൽ അറിയാം. ഞാൻ ഒരുവിധം അവളുടെ ഒപ്പം ഇങ്ങനെ പോയി ഗംഗ കണ്ടോ ഓരോന്നൊക്കെ കാണിക്കുന്നത്. നല്ല ഫണ്ണി ആട്ടോ അവള്. ഭയങ്കര തമാശയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം അവളോട് സംസാരിക്കാൻ. കുറെ കോമഡി ഒക്കെ ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ചിരിക്കാനും നേരം ഉണ്ടാവുള്ളൂ അവളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ. അങ്ങനെ അപ്പോൾ ഞാനും ഷരുവും ഗംഗയും ഉണ്ണിയും കൂടെ ഞങ്ങളിങ്ങനെ നടന്ന് ഇളനീരൊക്കെ കുടിച്ച്, പിന്നെ അവർ തന്നെ തന്നിട്ടുള്ള ലഞ്ചായിരുന്നു കേട്ടോ. ഇന്നത്തെ പാക്കേജിലുള്ള ലഞ്ചായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായില്ല. പക്ഷെ കുഴപ്പമില്ല, ഫ്രൂട്ട്സ് ഉള്ള കാരണം അത് മതിയല്ലോ കേട്ടോ. ഞാൻ എത്രമാത്രം ടാനായിരുന്നു. സൺസ്ക്രീൻ സ്പ്രേ ഒന്നും അടിച്ചിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. ഞാൻ നീന്തി പോകാൻ ശ്രമിക്കുന്നതാണ്. എന്നെ ഒരുമാതിരി ഉന്തി വിടുകയായിരുന്നു. പക്ഷെ എനിക്ക് ഇത്തവണ കോൺഫിഡൻസ് തന്നത് ഉണ്ണിയാണ് കേട്ടോ. ശരുവാണ് ആദ്യം എന്നോട് ഇറങ്ങാൻ നിർബന്ധിച്ചത്, പക്ഷെ കൂടുതൽ കോൺഫിഡൻസ് തന്നത് ഉണ്ണിയാണ്. അപ്പം അതിനുശേഷം ഞങ്ങൾ റൂമിലെത്തി ഫ്രഷ് ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ അത്ഭുതപ്പെട്ടിങ്ങനെ, ആദ്യമായിട്ടല്ലേ, എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഞാൻ അതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം എനിക്ക് എൻ്റെ മുഖത്തും ഫുള്ളിങ്ങനെ അത്ഭുതഭാവം. ഇപ്പോഴാണ് ഞാൻ വീഡിയോ നോക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ഇങ്ങനെ അത്ഭുതഭാവമാണ് എനിക്ക് മൊത്തം കാണാനുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടിട്ട്. പിന്നെ നല്ല ഭക്ഷണം, അതിൻ്റെ ഒരു സന്തോഷം. പിന്നെ ഞങ്ങൾ തിരിച്ച് ഈ ചേട്ടൻ നമുക്ക് ലിഫ്റ്റ് തന്നല്ല കേട്ടോ, ഇത് ഗ്രാബാണ്. നമ്മൾ പൈസ കൊടുത്ത് പോണതാണ്. ഞാനും ഉണ്ണിയും കൂടെ മിക്കവാറും ഒരു വണ്ടിയിലാണ് കയറുക. അങ്ങനെ നല്ലൊരു ദിവസം.